പ്രാവൻകൂടി ഷാപ്പ്. ട്രെയിലറിൽ കണ്ട പോലെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഇതങ്ങനെ ഒരു മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ തിയേറ്ററിക്കൽ വാച്ച് സിനിമ എന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമ. ഇതിനകത്തെ കുറേയധികം സീൻസ്, ഷോട്ടുകൾ, കളർ ഗ്രേഡിങ് പരിപാടികളെല്ലാം കൊള്ളാം. നോൺ ലീനിയറായിട്ട് പോകുന്നൊരു സിനിമയാണ്. നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഒരു ഷാപ്പിനകത്ത് ഒരു മർഡർ നടക്കുന്നു. ആ ഷാപ്പിനകത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അവർ പുറത്തോട്ടും പോയിട്ടില്ല, അകത്തോട്ടും ആരും വന്നിട്ടില്ല. അവിടെയുള്ള അതിലാരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പം ബേസിലിൻ്റെ ക്യാരക്ടർ ബേസിലാണ് ആ ഒരു പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. പിന്നെ അവിടെ നടക്കുന്ന ഈ ഒരു മർഡറിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കേസ് അന്വേഷണത്തിൽ നടക്കുന്ന കുറേ രസകരമായ സാധനങ്ങൾ. ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീരിയസ് സിറ്റുവേഷൻസ് വരില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കുറേയധികം കോമഡി സാധനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന എവിടെയെങ്കിലും വന്നിട്ട് മറ്റേ അസ്ഥാനത്തെ കോമഡി അടിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ ഒരു സാധനമൊക്കെ ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് കുറച്ചും കൂടി ഒരു ഡിഫറൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിരുന്നേനെ, അല്ലെങ്കിൽ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓവറോൾ ഈ സിനിമ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെറുതായിട്ടിങ്ങനെ ലാഗ് അടിക്കുന്നൊരു ഫീൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു കോമഡി ഉണ്ടെന്നിട്ട് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഇത്. പിന്നെ ബേസിലിൻ്റെ പെർഫോമൻസ്, ബേസിൽ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്ത് തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പം ആ ഒരു നോർമൽ പോലീസ് ഓഫീസറല്ല, ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡുള്ള ഒരു സൈക്കോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള, എന്നാൽ ചെയ്യുന്നതിൽ പാതി മണ്ടത്തരങ്ങളൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസർ. പിന്നെ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ മോട്ടീവ്സ് ഉണ്ട്. ഈ ഒരു ഷാപ്പിനകത്ത് രാത്രിയിലാണ് ഈ ഒരു മർഡർ നടക്കുന്നത്. അപ്പം അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു, ഷാപ്പെല്ലാം ക്ലോസ്ഡാണ്. ഇവരവിടെ നിന്ന് ചീട്ട് കളിക്കുന്നു, ഒരു സൈഡിൽ വരുന്ന കള്ളു പിടിക്കുന്നു. അപ്പോഴാണ് ഇവർക്കിടയിലാണ് ഈ ഒരു കൊലപാതകം, അതായത് ഈ ഷാപ്പിൻ്റെ മുതലാളി തന്നെയാണ് തൂങ്ങി മരിക്കുന്നത്. അപ്പം ഇതാരെ കൊന്നതാണെന്നുള്ള നിഗമനത്തിലെത്തുന്നു. അതാരാണെന്നുള്ളത് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിപ്പിക്കും കുറേ നേരം. ഇതാരായിരിക്കും എല്ലാവർക്കും അതിൽ നിൽക്കുന്ന കുറച്ചധികം ആളുകൾക്ക് മോട്ടീവുകളുണ്ട്. അപ്പം ഇതിലാരെങ്കിലും ആയിരിക്കുമോ കൊന്നത്, എങ്ങനെയാണ് കൊന്നത്, ഇവരെങ്ങനെ അറിയാതെ കൊന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ പോകുന്നു. പിന്നെ ആ ഓരോ മിസ്റ്ററികളും സോൾവ് ചെയ്ത് വരുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ കുറേയധികം കിടിലം ഫ്രെയിംസ് ഉണ്ട് കേട്ടോ, അത് ഭയങ്കര രസമായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറേയധികം ഷോട്ട്സ് ഒക്കെ നല്ല നമുക്കിങ്ങനെ നമ്മൾ ഇരുന്നിങ്ങനെ കണ്ടുപോകും. അത് ഡയലോഗ്സ് ഒന്നും വേണ്ട, പക്ഷേ ആ ഒരു ഷോട്ട്, ആ ഒരു ഫ്രെയിം കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. കാരണം ഒന്നാമത് ഈ ഷാപ്പ് നിൽക്കുന്നത് ഒരു വയലിൻ്റെ നടുക്കാണ്. ആ ഒരു ലൊക്കേഷൻ തന്നെ നല്ല രസമാണ്. അതായത് ഒട്ടും ഭയങ്കര ഗ്രാമീണ ഭംഗിയുള്ള അങ്ങനത്തെ കുറച്ചധികം ആളുകൾ, അതായത് കള്ളിഷാപ്പിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് പരിപാടികൾ, കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര രസകരമായിട്ട് സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കാകെ തോന്നിയൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൈമാക്സ് കുറച്ചും കൂടെ ഒരു ഡിഫറൻ്റ് ആക്കിയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എൻഗേജ്മെൻ്റ് ഉണ്ടെങ്കിലും എന്താണ് ഒരു ഇൻകംപ്ലീറ്റ് ഫീല് നമുക്ക് ചിലടത്ത് ഫീൽ ചെയ്യില്ലേ, ആ ഒരു ഇൻകംപ്ലീറ്റ് ഫീല് എവിടേക്കോ സിനിമയുടെ ക്ലൈമാക്സിലുണ്ട്. ഓക്കെ, അത് അങ്ങനെ ആയിരിക്കാം നിർത്താനായിട്ട് എൻ്റെ ഡയറക്ടർ ഉദ്ദേശിച്ചത്. പക്ഷേ ഒന്ന് സാറ്റിസ്ഫൈ ആകാമായിരുന്നു നമ്മളെ ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇത് തീർന്നല്ലോ, പരിപാടി കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് കിട്ടുന്നില്ലാത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. ബാക്കി പരിപാടി കാര്യങ്ങളെല്ലാം കൊള്ളാം. ബേസിലിൻ്റെ പെർഫോമൻസിനകത്ത് ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം. ഒരു വൺ ടൈം വാച്ചബിൾ, തിയേറ്ററിൽ പോയി കാണാമെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് വൺ ടൈം വാച്ചബിളായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും പ്രാവൻകൂടി ഷാപ്പ്. എന്തായാലും പോയി കണ്ടു നോക്കുക. ഇനി ഈ വീക്ക് വേറെ വലിയ പടങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.